താനൂരിൽ LDF BJP ഡീൽ എന്ന ആരോപണവുമായി UDF സ്ഥാനാർത്ഥി PK നവാസ്. BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കിട്ടുന്ന വോട്ട് നിയമസഭയിൽ കിട്ടുന്നില്ല. അത് LDFന് മറച്ചു നൽകുകയാണെന്ന് UDF സ്ഥാനാർത്ഥി PK നവാസ് ആരോപിച്ചു. ഈ നിയോജക മണ്ഡലത്തിനകത്ത് എപ്പോഴെല്ലാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും നടന്നോ അപ്പോഴൊക്കെ 10,000+ BJP വോട്ടുകൾ, എന്നാൽ നിയമസഭയിലേക്ക് വരുന്നത് 10,000-ൽ താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന് മാന്ത്രിക വിദ്യ എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 10,000-ന് മുകളിൽ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 10,000-ന് മുകളിൽ, എന്നാൽ നിയമസഭയിലേക്ക് എത്തുന്നത് 10,000-ന് താഴെ, 15,000-ന് മുകളിൽ. ലോക്സഭയിലും പഞ്ചായത്തിലും 15,000-ന് മുകളിൽ, പഞ്ചായത്തിലേക്ക് എത്തുന്നത് 10,000-ന് താഴെ. ഇതിനിടയിലുള്ള ആ ഒരു ഗെയിം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതൊരു കൂട്ടുകച്ചവടമാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി BJP നടക്കുന്ന കച്ചവടമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നത് ഞങ്ങൾ ഭരണപക്ഷത്താണ് UDF, പ്രതിപക്ഷത്തിരിക്കുന്നത് BJP ആണ്. എന്നാൽ അതേ നഗരസഭയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോവാണ്. 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുക പറഞ്ഞാൽ ഏറ്റവും ചെറിയ മാർജിനിലേക്ക് അവർ പോവാണ്. അവിടെ 2-ാം സ്ഥാനത്തേക്ക് CPM കയറി വരികയാണ്. അപ്പോൾ അവിടെ കൃത്യമാണ് എന്താണ് അവിടുത്തെ ഡീൽ. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ മറ്റൊരു നിഖിൽ, യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ തുടങ്ങി വെച്ചാണ് ഡീൽ ആരോപണം. പിന്നീട് പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി ഏതൊക്കെ മണ്ഡലങ്ങൾ എന്നതിലേക്ക് കാര്യങ്ങളെത്തി. അത് ഓരോ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഏറ്റുപിടിക്കുന്ന കാഴ്ചകൊണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം നിൽക്കുമ്പോഴും ഓരോരോ മണ്ഡലത്തിൽ ഡീൽ തന്നെ കത്തുന്നു. നിഖിൽ, തീർച്ചയായും ഈ രണ്ടാം ഘട്ടത്തിന്റെ അവസാന ലാപ്പിൽ ഡീലാണ് ഏറ്റവും വലിയ ചർച്ചയാകുന്നത്. ഇതിപ്പോൾ താനൂരിലെ UDF സ്ഥാനാർത്ഥി PK നവാസ് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വളരെ കൃത്യമായി 10,000-ന് മുകളിൽ വോട്ട് ലഭിക്കുന്ന BJPക്ക് NDAക്ക് എന്തുകൊണ്ടാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം എത്തുമ്പോൾ അത് ഒരു 10,000-ന് താഴെ 9,000 ആ ഒരു റേഞ്ചിലേക്ക് എത്തിച്ചേരുന്നത്? അത് കൃത്യമായ ഒരു ഡീല് CPM BJP താനൂരിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് PK നവാസ് പറയുന്നത്. ഈ തവണയും അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നവാസ് പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ് എന്ന് നമുക്ക് തോന്നും. കാരണം കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും NDA അവിടെ 10,000-ൽ വരെ വോട്ടുകൾ ആ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസി മാത്രം പരിശോധിക്കുമ്പോൾ അവർക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത്ര കളക്ട് ചെയ്യാൻ NDAക്ക് കഴിയാറില്ല. അവിടെയാണ് ഒരു ഡീൽ ആരോപണം PK നവാസ് ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് നേമത്ത് മാത്രമല്ല മങ്കടയിലും വേങ്ങരയിലും അടക്കം കേരളത്തിൽ പല മണ്ഡലങ്ങളിലും SDPIയുമായിട്ട് CPM ഇത്തവണ ബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു അടുപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. തങ്ങൾക്ക് എന്തായാലും അത്തരത്തിലുള്ള വോട്ടുകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, മതേതര വർഗീയരഹിത വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇന്നലെ SDPIയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം, നേമത്ത് SDPIയുടെ പിന്തുണ LDFനാണ് നൽകാൻ പോകുന്നത് എന്നുള്ള പ്രതികരണം അവരുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മളോട് നടത്തിയിരുന്നു. ഇന്ന് രാവിലെ SKNുമായി V ശിവൻകുട്ടി സംസാരിച്ചപ്പോഴും അതിലും അദ്ദേഹം SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ആരുടെയും വോട്ട് വേണ്ട എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്തായാലും ഡീൽ ആരോപണം ഈ രണ്ടാം ഘട്ടത്തിലെ അവസാന ലാപ്പിൽ സജീവ ചർച്ചയാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായിരിക്കും 3-ാം ഘട്ടത്തിലെ സജീവ ചർച്ച എന്നുള്ളത് രാഷ്ട്രീയ കേരളത്തിന് ഒരു കൗതുകം കൂടിയാണ്. ഹാഷ്മി, ഓക്കെ, ലോക്സഭയിലെ വോട്ട് നിയമസഭയിൽ വരുമ്പോൾ കാണാനില്ല BJPയുടെ വോട്ട്, അത് LDFന് മറിച്ചു കൊടുക്കുന്നു എന്നൊക്കെയാണ് PK നവാസ് പറയുന്നത്. ഈ പറയുന്ന പോലെ ഡീൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു അജണ്ട, ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വികസനമല്ല, ഡീലായിരുന്നു. ഡീൽ തന്നെ തുടക്കത്തിൽ തന്നെ വരുന്നു. അത് ഇനിയിപ്പോൾ ബാക്കി ദിവസങ്ങളിൽ അത് മാറി. നേരത്തെ സംവാദം ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ സംവാദത്തിലൂടെ നറേറ്റീവ് മാറുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു. പക്ഷേ സംവാദത്തിലേക്ക് എത്തുന്നില്ല. നേരത്തെ ഉള്ളതുപോലെ ഫേസ്ബുക്കേ ഉള്ളൂ. ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ സംവാദത്തെ പറ്റി പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്, 24 മണിക്കൂർ കഴിഞ്ഞിട്ടും സ്ഥലവും സമയവും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് VD സതീശൻ പറയുന്നത്. മുഖ്യമന്ത്രി ശ്രദ്ധിക്കുമല്ലോ, മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് താനെത്താം എന്നാണ് VD സതീശൻ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു സതീശന്റെ പ്രതികരണം. പക്ഷേ അതിനുമുമ്പ് മുഖ്യമന്ത്രി അത്തരത്തിലുള്ള സംവാദത്തിന് ഇല്ലെന്നും ഫേസ്ബുക്കിലൂടെയാണ് സംവാദം ഉദ്ദേശിച്ചതെന്നും അത് തുടരും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സംവാദത്തിന്റെ സാധ്യതകൾ അടച്ചു. ഇനി അതിൽ പ്രതിപക്ഷം നേതാവ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ ഒരുപക്ഷേ ഒരു 1.5 ദിവസമെങ്കിലും നീണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു ചർച്ചയായി സംവാദ വിവാദം മാറും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.